നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ എൻജിൻ പവർ, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലുക്സ് അതൊക്കെ നോക്കുമെങ്കിലും വാഹനം എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം അത് ട്രസ്റ്റ്, അതായത് വിശ്വാസ്യതയാണ്. എന്തായാലും ഒരു വാഹനം എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ കൂടിയാണല്ലോ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മൾ വിശ്വാസം ഉള്ളിടത്തല്ലേ ചിലവാക്കൂ. ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബ്രാൻഡിനോടൊരു അടുപ്പം വരും. അതിന് കാരണം ആ ഒരു വിശ്വാസ്യതയാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പല മേഖലകളിലും ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട ടാറ്റയ്ക്കൊപ്പം ചേർന്ന് സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള ഒരവസരം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ AIA ലൈഫിൻ്റെ മൾട്ടി ഫാക്ടർ ഇൻഡെക്സ് ഫണ്ട് എന്നൊരു NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതൽ 21.3% വീതം CAGR റിട്ടേൺസ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലുമുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക. മാർക്കറ്റിൽ പൈസ ഇട്ടാൽ പണം നഷ്ടപ്പെടും എന്ന് പേടിയുള്ളവർക്കായിട്ട് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ ഇവിടെ മാർക്കറ്റ് ഇടിഞ്ഞാലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകില്ല എന്ന ഉറപ്പും നൽകുന്നുണ്ട്. മാർക്കറ്റ് കയറുമ്പോൾ ലാഭം ലഭിക്കും, അതറിയാമല്ലോ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ലോങ് ടേമിലേക്ക് വളർച്ചാ സാധ്യതയുള്ള കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളമായിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന കമ്പനികളിലേക്കാണ് പോകുന്നത്. NAV 10 രൂപയാണ്. കൂടാതെ മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് ലൈഫ് കവർ നമുക്ക് കിട്ടുന്നുമുണ്ട്. പിന്നെ വർഷത്തിൽ 2.5 ലക്ഷം വരെയുള്ള നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭത്തിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതുമില്ല. പ്രവാസികളാണെങ്കിലും മാസം 18,000 രൂപ വെച്ച് അടച്ചാൽ 2 കോടി രൂപ വരെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ടാറ്റ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കമൻറ്റിലെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മൾ ഈ BYD ഉപയോഗിക്കുന്ന ആരോട് ചോദിച്ചാലും BYDയുടെ കുറ്റമൊന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളതൊരു BYD C-Line 7 ഓണറാണ്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക്. നമസ്കാരം സർ. പേര്? ജേക്കബ്. എന്ത് ചെയ്യും സർ? ഞാൻ കൺസ്ട്രക്ഷനാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് മറ്റേ മൂന്നാർ അരിക്കുമ്പനെ കൊണ്ടുപോയ റോഡുണ്ടല്ലോ, ഗ്യാപ്പ് റോഡ്. ഞാൻ ചെയ്തത്. ഗ്യാപ്പ് റോഡ് ഞങ്ങൾ ചെയ്തത്. ശരി. ഗ്യാപ്പ് റോഡ് ഇടയ്ക്കിടയ്ക്ക് ഇടിയുമല്ലോ. അതായത് സ്റ്റാർട്ട് അതാണ്. അത് അവിടുത്തെ റോക്കിന്റെ ഇതുകൊണ്ടുള്ള പ്രശ്നം. പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ് ഇന്ത്യയിലില്ല. ശരിക്കും ഞാൻ പറയാൻ പറ്റുമായിരുന്നു, നമുക്കിപ്പോൾ മൂന്നാർ പോകണമെന്ന് തോന്നും ഇപ്പൊ ആ റോഡിനെ പറ്റി ആലോചിക്കുമ്പോൾ. ഞാനത് ഇപ്പോഴും ഞാൻ മടുത്തിട്ടില്ല. ഇന്നിപ്പോ രാവിലെ മൂന്നാർ പോകണമെന്ന് പറഞ്ഞാൽ വരും. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കരച്ചില് ലൈക്ക് സ്വിറ്റ്സർലൻഡിലെ ആ ഒരു ടെറൈനാണ്. പിന്നെ പക്ഷെ ഇതിന്റെ സ്റ്റാറ്റ് മാത്രം ലൂസാന്നുള്ളൂ. അവിടെ മാത്രമുള്ള പ്രശ്നം അല്ലേ? അല്ല, അവിടെ അല്ല. ഇന്നത്തെ ആ സോയിലിന്റെ ഒക്കെ കണ്ടീഷൻ അതാണ്, ഒരു ലൂസ് സോയിലാണ്. അതുകൊണ്ടാണ് അവിടെ സ്ലൈഡ് ഉണ്ടാവുന്നത്. അപ്പൊ ഒരിക്കലും അത് പെർമനന്റ് ആയിട്ട് നമുക്ക് ഈ മറ്റേ എന്തായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലോ, ജിയോ ഫെൻസിങ് പോലത്തെ ഉണ്ട് മെത്തഡോളജി ഉണ്ട്. പക്ഷെ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം. സർക്കാർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ എങ്കിലും കോസ്റ്റ്ലിയാണ്. ഞാൻ പണ്ട് മൂന്നാറിൽ പഠിച്ചതാണ്. അതിന്റെ അച്ഛനും അമ്മക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അപ്പൊ ഞങ്ങള് ചിത്രപുരത്തൊക്കെ ഉണ്ടായിരുന്നു. ആ കാലം തൊട്ട് ഗ്യാപ്പ് റോഡ് ഇടിയലാണ് നമ്മൾ കേട്ടോ. ഗ്യാപ്പ് റോഡ് അല്ല, ഞാനത് കൺസ്ട്രക്ട് ചെയ്യുമ്പോ ഒരു വണ്ടി പോവുള്ളൂ, 4 മീറ്റർ വീതി ഉള്ളൂ. അവിടെ 8-10 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നുവെച്ചാൽ ഒരു സൈഡ് 10-400 അടി ഡെപ്ത്, മറ്റേ സൈഡ് ഒരു 300 അടി പൊക്കമാണ്. കാരണം വെച്ചാൽ മിസ്റ്റ് വന്നാൽ ഒന്നും കാണൂല. അപ്പൊ ആൾക്കാർ അവിടെ ഒന്ന് പെട്ടിട്ട് ഒരു പണ്ടൊരു ഇപ്പൊ അതൊരു മൈതാനം പോലെ കിടക്കും. അപ്പം ഈ റോഡ്സ് ആണോ? ഞാൻ ഹൈവേസ് ബ്രിഡ്ജസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബിൽഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ധാരാളം ഓട്ടം ഉണ്ടാകണമല്ലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ എൻ്റെ വണ്ടി ഒരു നോർമലി പഴയ കണക്കനുസരിച്ചിട്ട് ഒരു വർഷം 60,000 കിലോമീറ്റർ ഓടും മിനിമം. ഒരു 5,000 ആണ് നമ്മുടെ കണക്ക്. ഇപ്പൊ ഈ C-Line എടുത്തിട്ട് ഒരു വർഷം കൊണ്ട് ഇപ്പൊ 43,000 കിലോമീറ്റർ ആയി. ഞാൻ പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ കുറച്ച് 2 മാസം അബ്രോഡായിരുന്നു, അതുകൊണ്ട് കുറച്ച് കുറഞ്ഞു പോയി. എന്നാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു വർഷം എടുത്തിട്ട്. ഒരു വർഷമായി. അപ്പൊ ആദ്യമായിട്ടാണോ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നത് ജീവിതത്തിൽ? ഞാൻ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കണമെന്ന് പണ്ടേ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രിക് വാഹനത്തിനകത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നെച്ചാൽ ഈ ചാർജിങ് ആണ് പ്രശ്നം. കാരണം റേഞ്ച് ഉള്ള വണ്ടിയാണ്. ട്രിവാൻഡ്രം പോയി തിരിച്ചു വരണം, അതിന്റെ ഒരു ആഗ്രഹം. മൂന്നാറൊക്കെ ഈസി ആയിട്ട്. ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം പോയിട്ട് 400 കിലോമീറ്റർ 420-430 കിലോമീറ്റർ പോയിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചാർജ് ചെയ്യാനുള്ള സമയം കളയാനുള്ള ഒരു മൈൻഡില്ല. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ കേട്ടു. അപ്പൊ BYD ആയതുകൊണ്ട് അവരുടെ ഹിസ്റ്ററി ഒക്കെ ആയിട്ടപ്പോഴേക്കും കൊള്ളാം. അപ്പൊ ഞാൻ എടുത്തു. ഗുഡ്സ്. ഹാപ്പി. ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? ഞാനൊരു 8. 2 എവിടെ പോയത്? അല്ല, 2-ലെന്ന് വെച്ചാല് നമ്മള് ഇതിനകത്ത് ചെറിയൊരു പ്രശ്നത്തിനകത്തുണ്ട്, സ്റ്റെപ്പിനില്ല. പൊതുവെ പലതിലും കൊടുക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു കൺസേൺ. ബാക്കി അതിനകത്ത് ആവറേജ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല പവറാണ്,
പിന്നെ എന്താ പറയുന്നത് അത് കൺട്രോളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടി Q5 ആണ്. അത് 4 ലക്ഷം കിലോമീറ്റർ ഓടിയതാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന എൻ്റെ വണ്ടിയായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ അവർ കമ്പനിക്കാർ തന്നെ പറഞ്ഞു. ആ വണ്ടി അത്രയും ഓടിയിട്ട് എനിക്കത് ഭയങ്കര ആ വണ്ടി എന്നെക്കാട്ടും വയസ്സായിട്ട് തോന്നുന്നു. Q5 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വണ്ടിയാണ്. ഭയങ്കര പവറാണ്. അത് ആദ്യം ഫസ്റ്റ് ഇറങ്ങി ഫുള്ളി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കും. 3 ലിറ്റർ എഞ്ചിനാണ്. 3 ലിറ്ററാണ്. 2 ലിറ്റർ പോരാ. ഞാൻ അപ്പോൾ ഇപ്പോഴും ഞാൻ Q5 3 ലിറ്റർ വണ്ടി വാങ്ങിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇത് ഭയങ്കര പവറാട്ടോ. ഇത് ഒന്നും പറയാനില്ല. എന്താ റേഞ്ച് കിട്ടുന്നുണ്ട്? ഒരു ലെവൽ റോഡിൽ 500 വരെ കിട്ടുന്നുണ്ട്. ലെവൽ റോഡിൽ 500 വരെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ഡിപ്പെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും കേട്ടോ. ഒരു 80-90 റേഞ്ചിൽ കൊണ്ടുപോകണം. അത് അങ്ങോട്ട് കിട്ടോ കൂട്ടി കഴിഞ്ഞാൽ സംഗതി എന്താ പറയാ സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ട് പോകും. ഈവൻ ഞാനുണ്ട് എനിക്കിപ്പോ ഇവരുടെ ടയർ മൈലേജ് കമ്പനി പറഞ്ഞ 25,000 എനിക്ക് 30,000 കിട്ടി. ആൾക്കാരെല്ലാരും ടയറിനെ പറ്റിയാണ് കൺസേൺ അല്ല ഞാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എനിക്കും ആ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ ഈവൻ ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചപ്പോ എനിക്ക് ഇതിന് 30,000 കിട്ടി. ആ 30,000 കിട്ടിയതിനകത്ത് ഇനി എനിക്ക് തോന്നുന്നത് 5,000 കൂടി ഓടാണ് ടയറിന് ബാക്കി. എത്ര കിട്ടുമായിരുന്നു ടയർ? Q5 ഒരു 35,000 35,000 40,000 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ അതെന്ന് വെച്ചാൽ ഒരു 120 കണ്ടാ പോയിരുന്നു. ഈ രണ്ട് കാര്യമുണ്ട്. നമ്മൾ ഉള്ളത് പറഞ്ഞല്ലോ. എനിക്ക് 2.5 മണിക്കൂറാണ് എൻ്റെ ട്രിവാൻഡ്രം യാത്ര പഴയ കണക്ക്. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതാവുമ്പോ കുറച്ചും കൂടി നമ്മള് സെൽഫ് കൺട്രോൾ. പിന്നെ ഏജ് ഒക്കെ 60 ഇതിപ്പം വീട്ടിലാണോ അധികം ചാർജ് ചെയ്യുന്നത് അതോ വെളിയിലാണോ? ഞാനിപ്പോ നോർമലി വീട്ടിലാണ്. കാരണം ഞാനിപ്പോ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു 7 kW സോളാർ അഡീഷണൽ ആയിട്ട് വെച്ചു. നേരത്തെ വീട്ടിലൊരു 3 ഉണ്ടായിരുന്നു. 7 കൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ എനിക്ക് നോർമലി 300,000 രൂപ ബില്ല് വന്നു. പിന്നെ ഞാൻ പുറത്തു പോകുമ്പോ ഇപ്പൊ കൽപ്പറ്റയിൽ പോയിരുന്നു. കൽപ്പറ്റയിൽ പോയപ്പോഴേക്കും കൽപ്പറ്റ വരെ പോയി തിരിച്ച് ഞാൻ കോഴിക്കോട് വന്നിട്ട് ചാർജ് ചെയ്തു. അപ്പൊ എനിക്ക് ചാർജിങ്ങിന്റെ ഒരു വിഷയം വരുന്നില്ല. അത് അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട് പൊതുവെ? ഫാസ്റ്റ് ചാർജിങ് ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഇവിടെ എല്ലാം ഈ 30-60 നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഞാൻ ഒരെണ്ണം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞാല് ഞാനിപ്പോ കൺസ്ട്രക്ഷനൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുന്ന സമയമാണ്. കുറച്ച് മക്കളൊക്കെ പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ പിന്നെ ഇനി അങ്ങനെ ഓട്ടം കുറയ്ക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഞാനിപ്പോൾ എന്ത് വെച്ചാൽ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്കീമിനെ പറ്റിയാണ്. അപ്പോൾ ഞാനൊരു പ്രോജക്റ്റ് പുറത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു EV ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇവർ പറഞ്ഞു സാറേ 3 സെൻറ്റ് ഉണ്ടെങ്കിൽ ഗോയിസിക്കാരാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവർ ഗോയിസ് അപ്രോച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പോൾ റേഞ്ചിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് എത്ര മാക്സിമം ചോദിച്ചപ്പോൾ 160 ഉണ്ടെന്ന് തോന്നുന്നു. 160ക്ക് അളവ് ചെയ്തിട്ടില്ല. അത് പിന്നെ മനസ്സിലാക്കി. ഏറ്റവും ഫസ്റ്റ് പ്രോജക്റ്റാന്ന് പറയുന്നത് ഗോയിസില. ഞാനിപ്പോൾ ഈ സൺഡേ അതിന്റെ ഇനാഗ്രേഷൻ അത് ആലിജോട്ടിലാണ്. എറണാകുളത്ത് തന്നെ. ബൈപ്പാസിൽ നിന്ന് 500 മീറ്റർ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ചാർജിങ് ഏതോ ഒരു ഡീലർഷിപ്പിലോ മറ്റോ ഉള്ളു ആകെ ഇപ്പം 160 എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ. കഴിഞ്ഞ ദിവസം അങ്ങനെ ആരോ പറഞ്ഞു. ഞാനിപ്പോ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോ അപ്പൊ എനിക്ക് പറഞ്ഞാൽ കുറച്ച് വിഷം കൂടുതലുള്ള ആളാണ്. കാരണം ഈ നമ്മുടെ സമയത്തിന് വിലയുണ്ടല്ലോ. അപ്പൊ നമ്മളെവിടെയും പോയി ഞാൻ ഉദാഹരണം അന്ന് വന്നപ്പോ ഗോയിസില് എനിക്ക് കോഴിക്കോട് വന്നപ്പോഴേക്കും കിട്ടിയില്ല. കറങ്ങി വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റിൽ വന്നപ്പോഴേക്കും 60 ആയിരുന്നു. അതിനകത്ത് ഏതാണ്ട് 2 മണിക്കൂർ എടുത്തു. വേറൊരു വണ്ടി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചാർജ് ചെയ്തപ്പോഴേക്കും ഒരുപാട് സമയം എടുത്തു. അത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി ഭയങ്കര ഇത് തോന്നുന്നു. പക്ഷെ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നു. 160 ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ 80 കിലോവാട്ടാണ്. ഇപ്പൊ 80 കിലോവാട്ടിനകത്ത് ഇപ്പൊ മറ്റേ എന്താ പറയാ ഒരു 10-40 മിനിറ്റ് കൊണ്ട് അതെ ഒരു കാപ്പി പിടിച്ചിട്ടൊക്കെ വരുമ്പോ സംഗതി ഒക്കെ. അതായത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇത്തരം ഈ കൂടുതൽ റേഞ്ചുള്ള വണ്ടികളുണ്ടെങ്കിൽ ആലഞ്ചുവട്ടിൽ ഇതാ അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് 160. പക്ഷേ അല്ല ഞാൻ ഇതിനകത്ത് എനിക്ക് വേറൊരു തോന്നില്ല. ഇപ്പൊ ബാക്കി പല ചാർജിങ് സ്റ്റേഷനിൽ പോയപ്പോഴും ഗോയിസിൽ ചാർജിങ് സ്റ്റേഷൻ കൊള്ളാട്ടോ. ഇറ്റ്സ് ഗുഡ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു ഫ്രണ്ട്ലിയാണ്, പെട്ടെന്ന് ആക്സസിബിൾ ആണ്. പിന്നെ അവരുടെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ 60 പറഞ്ഞാൽ 54-55 കിട്ടും മിനിമം. അത് കിട്ടുന്നുണ്ട്. ബാക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ കോഴിക്കോട് നിന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ 60-ൻ്റെ ചെന്നപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, മറ്റേ 19 കിട്ടിയത്.
അപ്പൊ ആ പറയുന്ന ചാർജ് കിട്ടുന്നത് വോയിസ് കിട്ടുന്നത്. ഞാൻ അതും കൂടി എനിക്കൊരു ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇറ്റ്സ് ഗുഡ്. അപ്പൊ ഇനിയും നല്ല ചാർജ് സ്റ്റേഷൻ ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ. അല്ല ഇനിയിപ്പോ എന്തൊക്കെ വന്നേ പറ്റൂ. വിവൈഡിയുടെ ഒക്കെ പുതിയ ഇനി വരാൻ പോകുന്ന വിവൈഡിയുടെ സീല് ആ ഒരു സെഡാന് 1000 കിലോമീറ്റർ റേഞ്ചാന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വീണ്ടും ബാറ്ററിയുടെ വലിപ്പം കൂടിക്കൊണ്ടേ ഇരിക്കാൻ പോവാണ്. അപ്പൊ ഇത്തരം ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും എന്തായാലും. അപ്പൊ വീട്ടിലാണോ സാധാരണ 10 മണിക്കൂർ എടുക്കുമോ? ഞാൻ വൈകിട്ട് രാത്രി വരുമ്പോഴത്തേക്കും കാലത്ത് ചാർജ് ഫുള്ളായിട്ടുണ്ടാവും നോർമലി. പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ പോയി ഫുള്ളായിട്ട് ഡ്രോപ്പ് ആയാൽ മാത്രമേ കുറച്ച് സമയം കൂടി വന്നാലും കുഴപ്പമില്ല. നോർമലി ഞാൻ പുറത്ത് ചാർജിങ് എനിക്ക് വളരെ കുറച്ച് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഞാൻ അതാ എനിക്ക് കിട്ടിയത്. അല്ല ഞാൻ ഐ ആം വെരി ഹാപ്പിയാണ്. കാരണം എൻ്റെ ചിലവ് കംപ്ലീറ്റ് കുറഞ്ഞു. മറ്റേത് ഒരു 3000 രൂപ രാവിലെ പമ്പിൽ അല്ല ഞാൻ പറഞ്ഞത് നിയർലി 1 lakh rupees ഞാൻ ഫ്യൂവലിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഇപ്പൊ നോക്കുമ്പോ പമ്പ് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പോകും. ഞാൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിലും 10 kVയാ. പിന്നെ എനിക്കും ഇലക്ട്രിക് കാർ ഉണ്ട്. അപ്പൊ ഈ 310 രൂപ സാർ പറഞ്ഞ 310 രൂപ നമ്മുടെ ബില്ല് വരുന്നത്. അപ്പൊ പലരും ഇങ്ങനെ പറയും അത് നമ്മൾ സോളാർ വെച്ചാൽ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോളിസിയൊക്കെ മാറിയാൽ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് ഒരു ഒന്നുമില്ല. ഇത്രയും നല്ലൊരു അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആക്ച്വലി ഇപ്പൊ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ 1 വർഷം ആയിട്ടില്ല അല്ലെ വണ്ടി എടുത്തതിന് ശേഷമാണ് വെച്ചത്. ഇപ്പൊ തന്നെ എനിക്കൊരു 8500 യൂണിറ്റ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ആയി. 8000 എനിക്ക് ആയ ചെലവായ 3,10,000 രൂപ. ഒന്ന് കണക്കൂട്ടി നോക്കി 4 രൂപ പോലും ആയില്ല. തിരിച്ചും കിട്ടും പൈസ. അതെ അല്ല ഞാൻ പറഞ്ഞത് 4 രൂപ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭയങ്കര ലാഭമാണ്. ഞാൻ പറഞ്ഞത് EV വെഹിക്കിള് റേഞ്ച് ഉള്ള വണ്ടിയാണെങ്കിൽ ഗുഡ്സ്. ഞാൻ പിന്നെ ബാക്കി ചില വണ്ടികളൊക്കെ പെട്ടെന്ന് ചാർജ് പോകുന്നുള്ളൊരു കംപ്ലൈന്റ് കേൾക്കുന്നുള്ളൊരു 56 ലാക്സിന് ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു EV എടുക്കുന്നത് ബുദ്ധിപരമാണോ? 100%. ഞാൻ പറഞ്ഞത് ഈ വണ്ടി ഇപ്പൊ BYD ആയതുകൊണ്ട് ആണ് ഈ റേഞ്ച് ഈ എമൗണ്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. ഇതൊരു BMW ബാക്കി പോയി കഴിഞ്ഞാൽ 1 കോടിക്ക് മുകളിൽ ഒരു ഡൗട്ടും ഇല്ല. അല്ല ഞാൻ പറഞ്ഞത് അതിനകത്ത് കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ വണ്ടി കാണാനുള്ള ഒരു ക്യൂട്ട്നെസ് എല്ലാം കൂടി നോക്കുമ്പോൾ ഇതിനകത്ത് ഈ റേഞ്ച് നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ഓരോ വണ്ടി കൊണ്ടുപോകുമ്പോൾ ആൾക്കാരുടെ ഒരു അപ്രോച്ച് നമ്മൾ കാണാറുണ്ടല്ലോ. ആൾക്കാർ പൊതുവെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയും ക്യൂട്ടായിട്ടുള്ള സീലൈൻ, എസ്പെഷ്യലി സീലൈൻ അത് ഭയങ്കര അത് തന്നെയല്ല നമുക്ക് ജോലിയില്ലല്ലോ. ഞാൻ പറഞ്ഞ വണ്ടി ഓടിക്കുമ്പോ രാത്രിയൊക്കെ ആണെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം അടിക്കുന്നു, ലൈറ്റ് അടിക്കുന്നു. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ് തിരിയുമ്പോഴേക്കും പുല്ലുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് കത്തുന്നു. അതെ ഞാൻ എനിക്ക് ആ കാര്യത്തിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ആദ്യത്തെ സർവീസ് 20,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്തപ്പോൾ എനിക്ക് പോകുന്നത് ഒരു 3,000 രൂപ താഴെ ഉള്ളൂ, 2,000 രൂപ. പിന്നെ 40,000-ലേക്ക് വന്നപ്പോഴേക്കും ഒരു 10,000-ത്തിന് മുകളിൽ വന്നു. കാരണം അതിനകത്ത് ഓയില് പിന്നെ AC ഫിൽറ്റർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി. എങ്കിലും 56 ലക്ഷം രൂപയുടെ ഒരു പെട്രോൾ വണ്ടിയാണെങ്കിൽ എത്ര രൂപ വരേണ്ടതാണ് 20,000 രൂപയുടെ സർവീസ്? അയ്യോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഓടി ഉപയോഗിക്കുമ്പോൾ എവരി 15,000 ബ്രേക്ക് പാഡ് മാറണം. ആ ബ്രേക്ക് പാഡിന്റെ വില അന്ന് 18,000 ആണ്. അപ്പൊ 1 കിലോമീറ്റർ ഓടുമ്പോൾ 1 രൂപ കൂടുതൽ നമുക്ക് ബ്രേക്കിന് മാത്രം. അല്ല ഞാൻ കമ്പയർ ചെയ്യാൻ ഞാനിപ്പോ ഇന്നലെ എന്റെ ബെൻസ് GL AMG 30,000 കിലോമീറ്റർ സർവീസിന് 50,000 രൂപ ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ടിരിക്കുകയാണ്. അതെ അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ എസ്പെഷ്യലി ഇത് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എനിക്ക് ആ ഒരു വ്യത്യാസം ബ്രേക്ക് പാഡിൽ മാത്രമേ ഞാൻ പറഞ്ഞത്. ഇപ്പം ബ്രേക്ക് പാഡ് ഇവര് പറഞ്ഞ 60,000 കിലോമീറ്റർ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ 40,000 ബ്രേക്ക് പാഡ് മാറിയിട്ടില്ല. ഇനി 60,000-ലാണ് അടുത്ത സർവീസ്. അതെ 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 അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സേവിങ്സ്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പറയുന്ന ആ ടയറിന്റെ ഇത് നമ്മള് സെൽഫായിട്ടൊന്ന് അതിനെ കൺട്രോൾ ചെയ്താൽ അത് സേവ് ചെയ്യാം. ഏയ് അതിപ്പോ ഇനി യൂസ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു വിട്ടാൽ അതിനത്ര കാര്യമുണ്ട്. പിന്നെ ഒരു ഡൗട്ടും ഇല്ല. കാരണം നമ്മള് സേഫ്റ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഇപ്പോൾ ഒരു 100 കിലോമീറ്ററിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ പോലും എനിക്ക് അതിനകത്ത് ആ ഒരു നമ്മള് ആക്സിഡന്റ് കാലെടുത്ത് കഴിഞ്ഞാൽ ഫുൾ കൺട്രോളാണ്. അതാണ് അത് വേറൊരു വണ്ടിയിലും ആ ഫീൽ ഇല്ല. അത് ആ റീജിയനുകൊണ്ട് സംഗതി ഫുൾ കൺട്രോളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് BYD ഇപ്പം ഈ യൂറോപ്യൻസിനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോയാൽ പോലും മുഴുവൻ BYD. അത്രയധികം ലോകം മുഴുവൻ പടർന്ന് കയറി ഇപ്പം നമ്പർ 1 ലോകത്തിൽ. ഇപ്പം ആദ്യം ടെസ്ല ആയിരുന്നെങ്കിൽ ഇപ്പം BYD ആണ് ലോകത്തിലെ നമ്പർ 1 സെല്ലിംഗ് EV എന്ന് പറയുന്നത്. അത് ബസ്സുകളടക്കം എല്ലാ കാര്യങ്ങളും BYD. ഞാൻ ലാസ്റ്റ് മന്തിൽ സ്കാൻഡിനേവിയയിൽ പോയിട്ട് വന്നതാണ്. ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഗംഭീര ഒരു ബൈയാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവർ വില കുറച്ച് വിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇവരെപ്പോഴും
പ്രീമിയംനെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ വിൽക്കാറുള്ളൂ എന്ന് മാത്രമല്ല. അപ്പം BYD കൃത്യമായൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഒരു വർഷം കൊണ്ട് 40,000 കിലോമീറ്ററിലധികം ഓടിയാണ്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി മോട്ടറിംഗ് ആശംസിക്കുന്നു. താങ്ക് യു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുക്ക് ചെയ്താൽ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും സമയമെടുക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഓണറിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അത് ടൊയോട്ട ഹൈറൈഡറാണ്. നമസ്കാരം. താങ്ക് യു. രാജേഷ്. രാജേഷ്. ഞാനൊരു ട്രാവൽ കമ്പനി നടത്തുകയാണ്. ഗ്രേറ്റ് വെക്കേഷൻസ് ആണ് കമ്പനിയുടെ പേര്. അത് കൊച്ചിയിലാണ് ഓഫീസ്. അത് ആസ്റ്റൺ മെഡിസിറ്റിക്കുള്ളിലാണ്. ആസ്റ്റന്റെ മെഡിസിറ്റിക്കുള്ളിലോ? അതെ. അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത് ആസ്റ്റന്റെ ഹോസ്പിറ്റാലിറ്റി മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ കമ്പനി. അപ്പോൾ അതുകൊണ്ട് ആണ് അവിടെ ഓഫീസ് വന്നത്. നമ്മളൊരു 15 ആസ്റ്റർ തുടങ്ങിയ കാലം തൊട്ട് നമ്മളെ ഓഫീസ് അവിടെയാണ്. 2015 തൊട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ? അല്ല, എല്ലാ ക്ലയൻറ്റും ഉണ്ട്. നമുക്ക് വേറെ ക്ലയൻസ്, നമുക്ക് ഞാനൊരു 30 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനെ കൂടെ നമ്മൾ ഡീൽ ചെയ്ത് പോകും. ഡൊമസ്റ്റിക്കും ഉണ്ട്, ഔട്ട് ബൗണ്ടും ഉണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഇൻബൗണ്ട് ഔട്ട് ബൗണ്ട് 2 കാറ്റഗറി ആയിട്ട് ചെയ്യാം. അതും ക്യൂറേറ്റഡ് ട്രാവലാണ്. കസ്റ്റമേഴ്സിന് നമ്മൾ ഫിക്സഡ് ഡിപ്പാച്ചർ അല്ല. അങ്ങനെ ഒരു സംഭവം നമ്മളെല്ലാം ആൾക്കാർക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ബേസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഗ്രൂപ്പിലുപരി പേഴ്സണലൈസ്ഡ് ആണ്. അപ്പൊ ഇപ്പൊ ഈ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മൾക്ക് കുറെ ക്യാൻസലേഷൻസ് വന്നു. ബട്ട് ഇപ്പൊ അതിനെ മേക്കപ്പ് ചെയ്ത് പോവുകയാണ്. ജൂലൈ തൊട്ട് ടച്ച് വുഡ് കയറി പോകുമെന്ന് വിചാരിക്കുന്നു. അതെ. ഇപ്പൊ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദേശ ഡെസ്റ്റിനേഷൻ അപ്പാർട്ട് ഫ്രം തായ്ലൻഡ് ഏതൊക്കെയാണ്? ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് ജോർജിയ, ദെൻ അസർബൈജാൻ പോകുന്നുണ്ട്. വിയറ്റ്നാം നല്ലൊരു റഷ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. വിയറ്റ്നാം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഏകദേശം നശിപ്പിച്ചു, ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ഓരോ വർഷം നമ്മൾ കൊടുക്കുന്ന പുതിയ ഇതിലേക്ക് വരുന്നു. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ മോസ്റ്റ്ലി എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി CAS ഉണ്ട്. CAS ഇപ്പോഴും ആൾക്കാർ കുറച്ചുകൂടെ ഡിമാൻഡ് ചെയ്യും. ഇപ്പം നമ്മളൊരു ക്ലയൻറ്റ് ഇപ്പോൾ ജോർജിയയും അസർബൈജാനോട് മിക്സ് ചെയ്ത് പോകും. നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ. ഇപ്പോൾ നമ്മൾ ബാക്കുവിൽ ഇറങ്ങുവാണെങ്കിൽ ജോർജിയക്ക് ഡ്രൈവ് ചെയ്ത് പോകാം, തിരിച്ചാണെങ്കിൽ പാടില്ല. അപ്പം അങ്ങനെ ഒരു അതിൽ ട്രാവൽ ചെയ്യുന്നു. പിന്നെ ആൾക്കാർക്ക് പുതിയ ഡെസ്റ്റിനേഷൻസ് നമ്മളെപ്പോഴും പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും ഓരോ വർഷം തോറും. ട്രെൻഡിനനുസരിച്ച്. ഡൊമസ്റ്റിക് ആണെങ്കിൽ എവിടെ നിന്നുള്ളവർ അധികം ഇങ്ങോട്ട് വരുന്നത്? ഡൊമസ്റ്റിക് കൂടുതലും വിത്തിൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ ക്ലയൻ്റ് ആണ്. അത് ഗുജറാത്തും ബോംബെ, ദെൻ ഈവൻ ബാംഗ്ലൂർ, തമിഴ്നാട് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഹൈദരാബാദ് ക്ലയൻസ് അത് വരും. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആൾക്കാർ ഡൊമസ്റ്റിക് കാണാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും കാശ്മീർ നല്ലൊരു ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ഒറീസയിലേക്ക് നല്ലൊരു ഡിമാൻഡ് വരും. ഒറീസ, പുരി, ആ ബീച്ചെല്ലാം നല്ല രസമായതുകൊണ്ട് അവിടേക്ക് നല്ലൊരു ഡിമാൻഡ് വരും. പിന്നെ അയോധ്യ ഉണ്ടോ? അയോധ്യ നല്ല രീതിയിൽ ടൂറിസം നല്ല രീതിയിൽ പോകുന്ന അയോധ്യ, വാരണാസി, അയോധ്യ, ആ ബെൽറ്റ് അത് നമ്മൾ ഇതായിട്ട്. പിന്നെ ഉള്ളത് ഡൽഹി, ആഗ്ര, ജയ്പൂർ, ആ ഗോൾഡൻ ട്രയാങ്കിൾ എപ്പോഴും ആ ഒരു നന്നായി തന്നെ പോകും. പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ കമ്പനി നടത്തുന്ന ആളാകുമ്പോഴത്തേക്കും ധാരാളം ഓട്ടം ഉണ്ടോ? എനിക്ക് എൻ്റെ വീട് ഏറ്റുമാനൂരാണ്. സോ ഞാൻ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാണ്. കൊച്ചി വരും. അതിനാണ് ഹൈ റൈഡർ. നല്ല ക്ഷമയുള്ള മനുഷ്യനാണ്. ആഴ്ച വല്ലപ്പോഴും കോട്ടയത്ത് വീട്ടിൽ പോകുമ്പോൾ തന്നെ വണ്ടി വിളിക്കും. ഞാൻ അറിയിക്കാറുണ്ട്. പാമ്പാടിയിലല്ലേ അല്ലേ? ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലായി താങ്കൾ പാമ്പാടിക്കാർ. അപ്പോൾ നമ്മളെക്കാളും കുറച്ച് ദൂരമുണ്ട്, 15 കിലോമീറ്റർ അകലെ. എന്നാൽ പോലും എനിക്ക് എപ്പോഴും ഇവിടുത്തെ ഈ മുളന്തുരുത്തി ആ ഒരു ഭാഗം കടന്നു കിട്ടലാണ് ഏറ്റവും വലിയ പണി. നമ്മൾ പഴയ എന്താ പറയുക, SN ജംഗ്ഷനിൽ വന്നിട്ട് വെണ്ണല വഴി കയറി പൈപ്പ് ലൈൻ റോഡിൽ വന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഓഫീസിൽ. പിന്നെ ആശ്രയത്തിന് വീണ്ടും പോകണം. വീണ്ടും ചേരാനല്ലൂർ അതെല്ലാം ബ്ലോക്ക് ഉണ്ട്. ആ ബോട്ടിലൊക്കെ എല്ലാം ഉണ്ട്. ബട്ട് എനിവേ ഹൈ റൈഡർ ഇപ്പം നമുക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ട്. എങ്ങനെ ഇതിന്റെ സ്ട്രോങ് ഹൈബ്രിഡ് അല്ലേ എടുത്തിരിക്കുന്നത്? സ്ട്രോങ് ഹൈബ്രിഡ്. എന്ത് മൈലേജ് ഇടുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് 22. നമ്മൾ ഓർമ്മയുണ്ടോ ശ്യാമ, നമ്മളിതും കൊണ്ട് കന്യാകുമാരി പോയി 27.9. ആക്ച്വലി ഞാൻ 26 കണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ട്രാഫിക് ഇഷ്യൂ കൊണ്ടാണ് എനിക്ക് 26 വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അതിപ്പോൾ രക്ഷയില്ല. എത്ര കാലം എടുത്തിട്ട് ഇതിപ്പോൾ 1 year ആയി. അപ്പം 1 year മുമ്പ് എന്തുകൊണ്ടാണ് ഹൈ റൈഡർ സെലക്ട് ചെയ്യാൻ? എൻ്റെ ഞാൻ നേരത്തെ ഹോണ്ട ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മാറാനുള്ള റീസൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡ്രൈവിംഗ് കംഫർട്ട്, ഒരു ഹൈബ്രിഡിനെ പറ്റി കണ്ടു. ഞാൻ പണ്ട് ഒരു 2018 തോന്നുന്നു ഫ്രാൻസിൽ പോയപ്പോൾ ഞാൻ ഒരു വണ്ടിയിൽ കയറി. അത് ഹൈബ്രിഡ്. അപ്പോഴേ എനിക്ക് തോന്നി ഈ ഹൈബ്രിഡ് ഒട്ടും സൗണ്ട് ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. ഇലക്ട്രിക് ആണ്. ദെൻ ടെസ്ല കയറിയിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് ആണ്. ആ വണ്ടി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു അഫോർഡബിൾ വെഹിക്കിളാണ്, കംഫർട്ടബിൾ ആണ്. ആകെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ മൈനസ് പോയിന്റ് എന്ന് പറയുമ്പോൾ. ബാക്കിയെല്ലാം ഐ എം വെരി ഹാപ്പി വിത്ത് ദ വെഹിക്കിൾ. പെർഫോമൻസ് അല്ല. എങ്കിലും പലരും പറയുന്നത്, ഇപ്പം ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റ് ഒക്കെ പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു തുടക്കത്തിൽ ഒരു ലാഗ് അത് തോന്നാറുണ്ട്. കാരണം ഐ മെയിൻറ്റെയിൻ അറൗണ്ട് 60 കിലോമീറ്റർ. കാരണം ഈ ഒരു റോഡിൽ അങ്ങനെ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഹൈവേയിൽ നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരിന് ശേഷം അങ്ങോട്ടുള്ള പോകുന്നുണ്ട്. അതിൽ ഞാൻ 120, 130 പോകാം. അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. ബട്ട് ഐ ആം പ്രെറ്റി ഹാപ്പി വിത്ത് ഇറ്റ്. യെസ്,
മോൻ ഓടിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നമ്മൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ശരി. എത്ര രൂപയോ കൊണ്ടോട്? ഇതിപ്പോ 24 24 ലക്ഷം രൂപയ്ക്ക് എടുക്കാം എന്ന് തോന്നുന്ന ഒരു വണ്ടിയാണോ? കംഫർട്ടബിൾ ആണ് അത്. ആ പ്രൈസ് റേഞ്ചിന് ഇനിയിപ്പോൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്രോസേ ഉള്ളല്ലോ. അപ്പോൾ അത് 37-38 ബേസ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഓടിക്കാണ് ഇപ്പോൾ ഒരു വർഷം കൊണ്ട്? ഇപ്പോൾ 26,000 ഒരു വർഷം കൊണ്ട്. മുഴുവൻ കോട്ടയം ഏറ്റുമാനൂർ. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് റീസണബിൾ ആണ്. അതിലൊരു 6,000 7,000 ആ റേഞ്ചിൽ തന്നെ കുഴപ്പമില്ല. അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? എനിക്ക് ആ സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു സൗണ്ട് ഇല്ലല്ലോ, EV-ൽ അങ്ങ് ഓടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത് ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ സീറ്റിംഗ് എല്ലാം കംഫർട്ടബിൾ ആണ്. അതെനിക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഓഫീസ് വർക്കുകൾ ഇതിൻ്റെ അകത്തോട്ട് നടക്കുമല്ലോ. മൾട്ടിമീഡിയ ഈസ് ഗുഡ്. അപ്പോൾ ലാഗോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ എൻ്റെ പഴയ വണ്ടിയിൽ ഹോണ്ടയ്ക്കകത്ത് ആൾക്കാർ പറയുമായിരുന്നു വെൻ യു ടോക്ക് ആ ഒരു എരമ്പൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തില്ല, ഒന്നുമില്ല. മൾട്ടിമീഡിയ ഈസ് ഗുഡ്. അപ്പോൾ ഇതിന്റെ തന്നെ സെയിം മാരുതിക്കും ഉണ്ട്. അത് നോക്കിയോ? ഇല്ല, ഞാൻ നോക്കിയില്ല. ടൊയോട്ട ബ്രാൻഡാണോ കൂടുതൽ? ടൊയോട്ട അല്ല, ഞാൻ എൻ്റെ ആക്ച്വലി മാരുതി, എൻ്റെ ആദ്യത്തെ വണ്ടികളെല്ലാം മാരുതിയായിരുന്നു. അതിനുശേഷം ഞാൻ ഹോണ്ടയിലേക്ക് മാറി, പിന്നെ ഇതിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ വിത്താരേക്കാളും ഇത് എൻജിൻ ജാപ്പനീസ് ആണല്ലോ, മറ്റേതിന്റെ എഞ്ചിൻ ഇവിടുത്തെ ഇന്ത്യൻ എഞ്ചിൻ. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ട് ശേഷമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയും കണ്ടു കേട്ടോ ഇറങ്ങിയ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആ കമ്പാരിസണിൽ നോക്കിയെടുത്താണ്. പക്ഷെ ഒരേ എഞ്ചിൻ തന്നെയാണ് അവർ പറയുന്നത്. അവർ എഞ്ചിൻ തന്നെയാണ്. പക്ഷെ ഇവര് ഓൾറെഡി മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷേ ആൾക്കാരെ വീതിച്ചു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നെഗറ്റീവ് പറയുന്നത് ബൂട്ട് സ്പേസിന്റെ ഒരു മാത്രമേ. അപ്പോൾ ഫുള്ളി ഇലക്ട്രിക്കിലേക്ക് പോയിരുന്നത് കാരണം ഇപ്പോൾ ഈ കൊച്ചി ഏറ്റുമാനൂർ സ്ഥിരം ഓടുമ്പോൾ അങ്ങനെ ചിന്തിക്കാമായിരുന്നല്ലോ. ഞാൻ ഒരു ഫുള്ളി ഇലക്ട്രിക് നോക്കിയിരുന്നു. അതായത് നമ്മളുടെ വിൻസർ ഉണ്ടല്ലോ. പക്ഷെ വിൻസർ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ സസ്പെൻഷൻ ഒരു ഇത്തിരി സ്റ്റിഫായിട്ട് അപ്പോൾ അത് ലോങ് ടൈം ഓക്കെ സിറ്റി ഇതിലേക്ക് കുഴപ്പമില്ല. നമ്മൾ റോങ് ഓടുമ്പോൾ അതൊരു വിഷയമാണ് തോന്നിയത്. പലരും പറയുന്നുണ്ട്. എനിക്കൊന്ന് മൊത്തത്തിൽ ഈ ഇലക്ട്രിക്കിന്റെ എല്ലാ സസ്പെൻഷൻ ഇത്തിരി സ്റ്റിഫാണ്. ബാറ്ററി പാക്ക് ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു ഇതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം അത് തോന്നാറുണ്ട്. പിന്നെന്നുള്ളത് രണ്ടാമത് അവർ പറയുന്നത് പിന്നെ ടയറിന്റെ ഇഷ്യൂ പറയുന്നുണ്ട്. അത് 25,000 മുകളിലേക്ക്. പക്ഷെ നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു BYD-യുടെ കസ്റ്റമർ വന്നു. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് 35,000 വരെ കിട്ടിയിട്ടുണ്ട്. BYD പോലും BYD-ആണ് പൊതുവെ ടയർ പെട്ടെന്ന് തീരുന്നതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിപ്പം ഇപ്പം എൻ്റെ വണ്ടി എൻ്റെ കോമന്റ് 20,000 കഴിഞ്ഞു. അനങ്ങിയിട്ട് പോലും ഇല്ല ടയർ. എനിക്കത് ഓടിക്കുന്നതിൻ്റെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് നോക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഓപ്ഷനാണ്. ഇതിനെപ്പറ്റി ഒന്നും കുറ്റമൊന്നും ആരും പറയില്ലെന്ന് നമുക്കറിയാം. അത്രയ്ക്ക് നല്ലൊരു വാഹനം. ഇപ്പോഴും ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ബുക്ക് ചെയ്യാൻ പോയിട്ട് 3-4 മാസം ഇപ്പോഴും വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ട്. അല്ലല്ലോ, ഇഷ്ടംപോലെ വണ്ടി കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ഇത്രയും വണ്ടി കാണുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ എവിടെയും സ്ട്രോങ് ഹൈബ്രിഡൊക്കെ ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ഈ EV പോലെ എന്താണ് സംഭവം എന്നൊന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇനിയിപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡും വരികയാണ്. അടുത്ത മാസം തൊട്ട് 2 വണ്ടികൾ വരുന്നുണ്ട്. അതോടുകൂടി അതിലേക്കായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതാകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു 100 കിലോമീറ്റേഴ്സ് EV-ലോടും. വെരി ഗുഡ്. പിന്നെ സ്വിച്ച് ചെയ്ത് പെട്രോളോടാം. അപ്പം റേഞ്ച് ആങ്സൈറ്റി ഇല്ല. ശരിയല്ല. അപ്പോൾ ഈ 100 കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും EV പോകും. ടൊയോട്ടയും വീണ്ടും വരുന്നുണ്ടോ? ടൊയോട്ട അല്ല, ആദ്യം വരുന്ന JSW-ന്റെയും MG-യുടെയും BYD-യുടെയാണ്. പക്ഷെ പിന്നെ എല്ലാവരും വരാനുള്ള സാധ്യത. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്യൂറേറ്റഡ് ഹോളിഡേയ്സ് വേണമെങ്കിൽ ഗ്രേറ്റ് വെക്കേഷൻ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇനി ഒരു ടാറ്റ നെക്സോൺ പെട്രോളിൻ്റെ ഓണറിനാണ് പരിചയപ്പെടുന്നത്. സാധാരണ നെക്സോൺ അല്ല ഇപ്പോൾ EV ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്രോളിൻ്റെ ഓണേഴ്സിനെ കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ? പേര് ഷിജിൻ. എന്തിനാ ഷിജിൻ? ഞാൻ വിസ്മണി. അതിൻ്റെ മനസ്സിലായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. വൈഫ് പേര് അഞ്ജന. വിഷ്ണുടുത്ത. ശരി, നമ്മുടെ മേഖലയിലുണ്ട്. അപ്പോൾ വിസ്മണി എന്നുള്ള ഇപ്പം നേരത്തെ യൂണിമണി അല്ലേ? യൂണിമണി ഇപ്പം വിസ്മണി. അതെങ്ങനെയാണ് അങ്ങനെ മാറ്റം വരാൻ കാര്യം? അതിപ്പോൾ വിസ് ഗ്രൂപ്പാണ് ഇപ്പോൾ ദുബായ്. ശരി. എത്രയല്ലേ അത് കഴിഞ്ഞിട്ട് മാറിയിട്ട്? കുറച്ചായി, 2-3 years ആയി. അപ്പോൾ അതിൻ്റെ കൊച്ചിയിലെ ഓഫീസിലാണ്? അതെ. അപ്പോൾ ധാരാളം ഓട്ടോ ഉള്ള ആളാണോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ? ഓഫീസിൽ തന്നെ ഇരിക്കുന്നത്? ഒഫീഷ്യലി ഓട്ടം സിറ്റിയിൽ മാത്രമാണ് വരുന്നത്. അത് ഞങ്ങൾ കൂടുതലും ഊബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കാർസ് ഉപയോഗിക്കുന്നത് കുറവാണ്. ഞങ്ങൾ പേഴ്സണൽ ഫാമിലി ആവശ്യത്തിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 6 വർഷമായി. 6 വർഷമായി. ശരി. അപ്പോൾ നെക്സോണിന്റെ ആദ്യ കാലത്ത് തൊട്ട് തന്നെ 2019 വർഷം. അപ്പോൾ ആ കാലത്തൊക്കെ ടാറ്റയെ പറ്റി പല പരാതികളൊക്കെ നിലനിന്നിരുന്നൊരു കാലമാണ് ആദ്യകാലം. എന്നിട്ട് എന്തുകൊണ്ടാണ് ടാറ്റ മതിയെന്ന് തീരുമാനിച്ചത്? ഞങ്ങളെ ആദ്യത്തെ വണ്ടി സെന്നസ്റ്റ്ലോ ആയിരുന്നു. അപ്പം മാരുതി എന്നൊരു അടുത്തൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കിയത് വെന്യൂ,
ദെൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, i20 എടുത്തു, ദെൻ ബ്രസ് എടുത്തു, ദെൻ ടാറ്റ നെക്സോൺ. പെട്ടെന്നാണ് ഈ സംഭവം കണ്ടത്, അത് ഈ റോഡിൽ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ 1-2 പേരെ അറിയാത്ത ആൾക്കാരെ പോയി ചേസ് ചെയ്തു, അവരോട് സംസാരിച്ചു, എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് എടുത്തു. പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പം ഓക്കെ, കംഫർട്ടായി. പിന്നെ നമ്മൾ i20 ആണോ കൂടുതൽ റൈഡിങ് കംഫർട്ട്, കുറച്ചുകൂടെ ഹ്യൂണ്ടായിൻ്റെ വണ്ടിക്ക് കുറച്ചുകൂടി കംഫർട്ട് കൂടുതലാണ്. അങ്ങനെ അതിലോട്ട് പോയാലെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സേഫ്റ്റി ഫീച്ചേഴ്സും പിന്നെ റോഡ് ക്ലിയറൻസ് അതിനൊരു കോൺഫിഡൻസിൽ അങ്ങ് എടുത്തു. പിന്നെ നല്ല ഓട്ടായി. പിന്നെ ആഫ്റ്റർ 6 ഇയേഴ്സ് എന്താണ് ഇതിനെപ്പറ്റി പറയാവുന്നത്? നല്ല വണ്ടിയാണ്. നമുക്കിപ്പം എക്സ്ചേഞ്ചിനെ പറ്റി ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ഐ മീൻ ഒരു വണ്ടി എടുക്കും, പക്ഷെ ഇത് വെച്ചിട്ടേ എടുക്കുള്ളൂ, എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കത്തില്ല. തലവേദനകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആദ്യകാലത്ത് സർവീസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ലെക്സോണൊക്കെ വന്നതോടുകൂടി, ലെക്സോൺ ടാറ്റ വന്നല്ലോ സർവീസ് സെന്റർ, ഇപ്പം നല്ല സർവീസ്, കുഴപ്പമൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിക്കാണോ 6 വർഷം കൊണ്ട്? ഏകദേശം 60-58 സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് ഇപ്പം കുറച്ച് ഹൈ ആയിട്ട് വരുന്നുണ്ട്. കാരണം ഓരോ സർവീസിൽ ഒരു 15 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. 10-15 ആ റേഞ്ചിൽ വരുന്നുണ്ട്. മേജറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല, ഫ്രീ ചേഞ്ച് മാത്രമേ 1-2 തവണ വന്നു എന്നല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ടയർ ഇതുവരെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ 2 തവണ പോയതാ, ടയറിന്റെ ഷോറൂമിൽ പോയി മാറ്റാൻ വേണ്ടി. കാരണം നോർമലി ഒരു 3-4 ഇയേഴ്സ് ആണല്ലോ പറയാറ് ചേഞ്ച് ചെയ്യും. അപ്പോൾ 40,000 ആയപ്പോൾ ഞാൻ പോയി, ദെൻ 5 ഇയേഴ്സ് ആയപ്പോൾ ഞാൻ വീണ്ടും പോയി. അവർ തന്നെ പറയുകയാണ് അവർക്കൊരു കച്ചവടം കിട്ടിക്കോട്ടെ. പക്ഷേ അവരിതുവരെ അത് മാറ്റിയിട്ടില്ല, ഇപ്പോഴും ഓടും. ഒരു 10,000 ഇനി പോകുന്ന അതെന്താണെന്ന് അറിയില്ല. ഭാഗ്യമുള്ള മനുഷ്യൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതെ 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 അതെ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ഐ മീൻ എക്കണോമിയിൽ ഇട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 14-15 ലോങ്ങിൽ കിട്ടുന്നുണ്ട്. 6 സ്പോർട്സ് മോഡൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഡൗൺ വരുന്നുണ്ട്. പക്ഷെ കംഫർട്ടാണ്. എത്ര കാലം ഇത് തുടർന്നും ഓടിക്കാനാണ് പരിപാടി? അങ്ങനെ ആലോചിച്ചിട്ടില്ല, നമുക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ എന്തായാലും ഒഴിവാക്കില്ല. മാക്സിമം എത്ര പോകാൻ പറ്റും അത്രയും പോകും. സ്ത്രീകൾക്ക് പറ്റിയ വാഹനമാണോ? എന്താണ് ആണല്ലേ? എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നട്ടപ്പാതിരക്ക് മുട്ടിപ്പോന്ന്, അന്നേരം ഇത് ഓറഞ്ച് കളറൊക്കെ ഇറങ്ങി, അധികം വൈറ്റിലൊന്നും കണ്ടിട്ടില്ല. ഏതോ ഒരു കാറിന്റെ പുറകെ പോയി, അതിനോട് കണ്ടിഷ്ടം തോന്നി, പിന്നെ ഗൂഗിൾ ചെയ്ത് പിടിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി, അങ്ങനെ നോക്കി കയറി വന്നപ്പോഴും അതെ ഒരു ഭയങ്കര സുഖം തോന്നി. ഞാൻ സ്ത്രീകൾക്ക് എപ്പോഴും ഹൈറ്റ് ഇത്തിരി സീറ്റ് ഹൈറ്റ് വേണമെന്നൊക്കെയാണ്, അതൊക്കെ പ്രോപ്പറായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ EV-യിലേക്ക് പോകും. എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു മനസ്സിലിരിപ്പ്? EV അതിപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആണ്. അതിപ്പോൾ സാറിന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. ഈവൻ ഇതെടുത്ത സമയത്തും ഞങ്ങൾ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ സാറ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡ്രസ് ആയിട്ടൊരു കമ്പാരിസൺ, നെക്സോണും ഡ്രസ്സ് കമ്പാരിസൺ ചെയ്തിരുന്നു. ഞങ്ങൾ ടെൻഷൻ അടിച്ച ആ വീഡിയോ കണ്ടത്, എന്താവും ഇതിന്റെ ഔട്ട്കം, പെട്ടോ. പക്ഷെ അത് നല്ല റിസൾട്ട് തന്നതാ, പിന്നെ കോൺഫിഡൻസ് ആയി. അല്ല അന്നൊക്കെ നമ്മൾ ടാറ്റ സജസ്റ്റ് ചെയ്യാൻ പേടിച്ചോണ്ടിരുന്ന പലപ്പോഴും ഈ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമായിരുന്നു അന്നൊക്കെ. പിന്നെ ഇപ്പൊ സർവീസ് നമ്മൾ വണ്ടി എടുത്തോന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു സാറേ സർവീസ് ഒരു രക്ഷയില്ല. ഇപ്പൊ പക്ഷെ അതെല്ലാം കുഴപ്പമില്ലാതെ ഒരു കാലമാണ്. അപ്പൊ എന്തായാലും അന്ന് ഈ പറഞ്ഞ പോലെ ഇത് വിപണി പിടിച്ചത് തന്നെ ഈ 5 സ്റ്റാർ റേറ്റിംഗ്. അന്ന് ഇന്ത്യക്കാർ പൊതുവെ സേഫ്റ്റി റേറ്റിംഗ് ഒന്നും നോക്കാത്ത കാലത്ത് നമ്പർ 1 ഇൻ സേഫ്റ്റി എന്ന് പറഞ്ഞ് 5 സ്റ്റാർ ഒക്കെ അടിച്ച് വന്നിട്ടാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പോഴും ടാറ്റ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിലാണ്, മറ്റ് പല കാര്യങ്ങളിലും മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഹാപ്പി മോട്ടറിംഗ് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ധാരാളം വാഹനങ്ങളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡായ ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ AI ലൈഫ് ഒരുക്കുന്ന നിക്ഷേപ അവസരത്തെക്കുറിച്ചുകൂടി ഞാൻ പറഞ്ഞിരുന്നു. ഭാവിയിലേക്ക് സാമ്പത്തികമായി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഡിസ്ക്രിപ്ഷനിലെയും അതുപോലെ കമൻറ്റിലെയും ലിങ്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ടാറ്റ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ ആയിട്ട് കാണാം.